ഇപ്പം ഈ ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു വീടിന് ഇത്രയും മാസം എടുക്കും. പക്ഷെ അത് കഴിഞ്ഞ് കുറേയധികം ഡിലേ വരുന്ന സമയത്ത് ആ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. സോ അതിനെ എന്തുകൊണ്ടാണ് ഡിലേ വരുന്നത് എന്നുള്ളതാണ് പ്രോബ്ലം. അത് രണ്ട് കാര്യങ്ങളും ഉണ്ട് ആക്ച്വലി. ഒന്ന്, ഈ റിക്വയർമെന്റ് ഐഡന്റിഫൈ ചെയ്യാതെ ഇവർ തമ്മിലുള്ള മിസ്മാച്ചിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിന് സൈഡിൽ കൂടെ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പണിയരുതോ അങ്ങനെ പണിയരുതോ എന്ന് ചോദിക്കും. അപ്പൊ നമുക്കത് ശരിയാണെന്ന് തോന്നും. ശരിയാണെന്ന് തോന്നുന്നതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ ക്ലയന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യും. അതായത് ഞങ്ങളുടെ ഒപ്പമാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്, അല്ലാണ്ട് ഞങ്ങളിൽ നിന്ന് മാറിയല്ല നമ്മൾ ഡിസൈൻ. നമ്മൾ ഒപ്പമാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒപ്പം ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഈവൻ മെറ്റീരിയൽ സെലക്ഷൻ വരെ നമ്മൾ ആദ്യമേ തിരിക്കും. ഇപ്പോൾ ഏതാണ് സ്റ്റീൽ വേണ്ടത്, മെട്രോളിൻ്റെ ആണോ സ്റ്റീൽ വേണ്ടത്, അതായത് ഏത് കമ്പനിയുടെ ആണോ സ്റ്റീൽ വേണ്ടതെന്ന് തൊട്ട് നമ്മൾ ഓരോന്നോരോന്ന് നമ്മൾ ഡിസൈൻ ഏതാണ് സിമെന്റ്, എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. നാളെ നിങ്ങളുടെ നെയ്ബർ വന്നിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ഈ സ്റ്റീലിൻ്റെ പകരം മറ്റേ സ്റ്റീൽ ഉപയോഗിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കൂടി ഞങ്ങൾ ആദ്യമേ തന്നിരിക്കണം. അതാണ് ആർക്കിടെക്റ്റിന്റെ അത്രയും കൂടി ജോലി ഉണ്ട് ആക്ച്വലി.